നമസ്കാരം നമസ്തേ സർ. വളരെ അപ്രതീക്ഷിതമായി അമേരിക്കയും മറ്റ് രാജ്യങ്ങളും നിർത്തിവെച്ചിരുന്നു എന്ന് പറഞ്ഞ ഓർബിറ്റിലെ ഉന്നത റേഞ്ചിലേക്കുള്ള മിഷൻസ് ആർടെമിസ് 2 എന്ന് പറഞ്ഞ രണ്ടാമത് ആരംഭിക്കുകയാണ്. ഇത്രയും നാൾ നിർത്തിവെച്ചിട്ട് ഇപ്പോൾ ഉടനെ തുടങ്ങുന്നതിന് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ശാസ്ത്ര സാങ്കേതികമായ കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ ഇതിനകത്തുണ്ടോ? മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഉം. നിർണായകമായ ഒരു ദിവസമാണ് 2026 ഏപ്രിൽ 1. ഉം. ആ, പിന്നെ മനുഷ്യൻ 52 കൊല്ലങ്ങൾക്ക് മുമ്പ് അവസാനമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ഉം. വീണ്ടും ചന്ദ്രനിലേക്ക് പോവുകയാണ്. ഇപ്രാവശ്യവും കാലുകുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഉം. പക്ഷേ ഉം. ഒറായോൺ എന്ന് പറയുന്ന ഒരു ക്യാപ്സൂള് മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള 4 ഉം. ബഹിരാകാശ സഞ്ചാരികളെ വഹിച്ചുകൊണ്ടുള്ള ഒറായോൺ ക്യാപ്സൂള് ചന്ദ്രനെ വലം വെക്കും. ഉം. ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഉയരുന്നുണ്ട്. ഉം. ഈ ലോ എർത്ത് ഓർബിറ്റിന് പുറത്തേക്ക് ഉം. മനുഷ്യൻ 53 കൊല്ലമായി പോയിട്ട്. ഉം. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഞെട്ടലായിരിക്കും. പലരും വിചാരിക്കും മനുഷ്യൻ ശൂന്യാകാശത്തിലേക്ക് പോകുന്നുണ്ടല്ലോ. ഇപ്പം തന്നെ അമേരിക്കയുടെ സ്പേസ് ഷട്ടിലുകൾ, ഉം. ഇപ്പൊ എല്ലാവരും ഓർക്കുന്ന ഡിസ്കവറി എന്ന് പറയുന്ന സ്പേസ് ഷട്ടിലിൽ പൊട്ടിത്തെറിച്ചു പോയ ഒരു സംഭവമുണ്ട്. ഉം. അതിലെ അമേരിക്കയുടെ ഈ സ്പേസ് സയന്റിസ്റ്റുകളിൽ വളരെ അതീവ പ്രഗത്ഭനായ റോബർട്ട് മക്നായർ എന്ന് പറയുന്ന ആള് അതിൽ കൊല്ലപ്പെട്ടു. ഉം. അമേരിക്കയുടെ അദ്ദേഹം ഒരു പാത്ത് ബ്രേക്കിംഗ് സയന്റിസ്റ്റ് ആയിരുന്നു. ഉം. അത്ര വലിയൊരു ഇതിഹാസ ശാസ്ത്രകാരനായിരുന്നു. ഉം. അവരൊക്കെ ഡിസ്കവറിയുടെ പൊട്ടിത്തെറിയിൽ മരണപ്പെട്ട ആൾക്കാരാണ്. ഉം. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പലരും വിചാരിക്കുന്നത് മനുഷ്യൻ നിരന്തരമായിട്ട് ഭൂമിയുടെ ഔട്ടർ സ്പേസ്, അതായത് ഭൂമിയുടെ അന്തരീക്ഷം മുഴുവൻ വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന്. ഇല്ല, മനുഷ്യൻ അവസാനമായി ലോ എർത്ത് ഓർബിറ്റിന് പുറത്തേക്ക് പോയത് 1972 ഡിസംബറിലാണ്. അന്നാണ് അവസാനത്തെ അപ്പോളോ മിഷൻ ഉണ്ടായത്. ഈ ഭൂമി വിട്ട അന്യഗ്രഹങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളിലേക്ക് പോകണം എന്നുള്ള ഒരു ശ്രമം 1960കളിലാണ് തുടങ്ങുന്നത്. അത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഉള്ള ശീത സമരത്തിന്റെ കാലഘട്ടത്തിൽ ആരായിരിക്കണം ആദ്യം ചന്ദ്രനിൽ കാലുകുത്തുന്നത് എന്നൊരു മത്സരം ഉണ്ടായിരുന്നു. ആരായിരിക്കണം ആദ്യം സ്പേസിലേക്കും മനുഷ്യനെ അയക്കണം എന്നുള്ള മത്സരത്തിൽ സോവിയറ്റ് യൂണിയനാണ് ജയിച്ചത്. സല്യൂട്ട് എന്ന് പറയുന്ന ബഹിരാകാശ സ്റ്റേഷനൊക്കെ അവർക്കുണ്ടായിരുന്നു. സോയൂസ് എന്ന് പറയുന്ന റോക്കറ്റ്, അതിശക്തമായ റോക്കറ്റ്, നമ്മൾ പലരും കേട്ട് കാണും ആ പേര്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ സോയൂസ് റോക്കറ്റുകൾ, ആ സോയൂസ് റോക്കറ്റുകളായിരുന്നു മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള റോക്കറ്റുകളായിരുന്നു സോയൂസ്. അത് സല്യൂട്ട് എന്ന് പറയുന്ന പേടകമാണ്. അതുപോലെ അന്നാണ് അമേരിക്ക സാറ്റേൺ എന്ന് പറയുന്ന റോക്കറ്റ് ഉപയോഗിച്ച് സോയൂസിനോട് കിടപിടിക്കുന്ന സാറ്റേൺ റോക്കറ്റ് ഉപയോഗിച്ച് അപ്പോളോ എന്ന ഒരു മിഷൻ അവർ വിഭാവനം ചെയ്യുകയും അങ്ങനെ 12 തവണ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ പേടകങ്ങൾ ചന്ദ്രന്റെ അറ്റ്മോസ്ഫിയറിൽ, അതായത് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല, ചന്ദ്രനെ ചുറ്റി 12 തവണ. അതിൽ 6 തവണ മനുഷ്യൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ 6 തവണയുമായിട്ട് 24 ആൾക്കാര് അവിടെ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഈ ഒരു ചരിത്രം, ഈ അപ്പോളോയുടെ ചരിത്രം. അപ്പൊ അപ്പോളോ മിഷൻ, ക്ഷമിക്കണം, 24 പേര് ഇറങ്ങിയിട്ടില്ല, 24 പേരാണ് ഈ 2 പേര് വീതം ഒരാൾ ഓർബിറ്റിൽ കറങ്ങി, ഒരാൾ അവിടെ ഇറങ്ങി. അപ്പം 12 പേരാണ് ഉപരിതലത്തിൽ നടന്നത്. അങ്ങ് പറഞ്ഞ പോലെ ഒരാള് ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കും ആ ക്യാപ്സൂളില്. അങ്ങനെ 12 ആൾക്കാര് ചന്ദ്രനിൽ ഇറങ്ങി നടന്നിട്ടുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ആ അപ്പോളോ മിഷൻ നിർത്തിവെക്കുകയാണ് ചെയ്തത്. 1972 ഡിസംബറിൽ അവസാനത്തെ മിഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ നാസയുടെ ധനസഹായം എല്ലാം വെട്ടിക്കുറച്ചു. അതാണ് കാരണമായിട്ട് പറയുന്നത്. മുടക്കുന്ന പൈസ വേസ്റ്റ് ആണെന്നാണ് നടത്തിയത്. അല്ല, അങ്ങനെ അല്ലായിരുന്നു. അതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അതായത് നമുക്ക് അതിനേക്കാൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്
ശൂന്യാകാശത്ത് വിവിധ പരീക്ഷണങ്ങൾ നടത്തുന്നതിലാണ് എന്നുള്ള ഒരു പ്രയോറിറ്റിയുടെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നും വിശ്വാസയോഗ്യമാവുന്നില്ല. കാരണം അന്ന് ഒരു കോൺസ്പിറസി തിയറി ആയിരിക്കും, അതായത് ഒരു ഗൂഢാലോചന സിദ്ധാന്തം എന്ന് നമ്മൾ പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു സിദ്ധാന്തം പുറത്തു വന്നത് ഈ പിന്നെ പല ഹ്യൂമൻ ലാൻഡിങ്സും നടന്ന സമയത്ത് അവിടെ ഏലിയൻസിന്റെ, അതായത് അന്യഗ്രഹ ജീവികളുടെ വാഹനങ്ങൾ അവിടെ കണ്ടിരുന്നു. അവിടെ അന്യഗ്രഹ ജീവികളുടെ ബേസ് ഉണ്ടായിരുന്നു. അവര് മനുഷ്യനോട് അതിശക്തമായിട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു, ഒരു കാരണവശാലും നിങ്ങൾ ഈ ചന്ദ്രനിലേക്ക് വരാൻ പാടില്ല എന്നുള്ള ഭീഷണിയുടെ പിന്നെ പുറത്താണ് ഇതെല്ലാം നടന്നതെന്ന് പല ആൾക്കാരും, നാറ്റോയുടെ സെക്രട്ടറി ജനറലും കാനഡയുടെ വിദേശകാര്യ മന്ത്രിയുമായിരുന്ന ആള് പരസ്യമായിട്ട് അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ തന്നെ ഭ്രാന്താണ് എന്ന് മുദ്രകുത്തപ്പെടുമായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഈ പിന്നെ UFO എന്ന് പറയുന്ന അമേരിക്കയിലൊക്കെ ധാരാളം ഈ ബഹിരാകാശത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയിരിക്കുന്ന UFO വാച്ചേഴ്സ് ഉണ്ട്. ആ UFO വാച്ചേഴ്സിനെ അവർക്ക് മാനസിക വിഭ്രാന്തിയാണ് എന്ന് പറയുന്ന ഒരു വലിയ സംഘം ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ പലപ്പോഴും ഈ പിന്നെ ഇതിൽ തന്നെ ചില ബഹിരാകാശത്തിൽ ലാൻഡ് ചെയ്ത ചിലർ പോലും അവിടെ എന്തൊക്കെയോ കണ്ടതായിട്ട്, ദുരൂഹമായ സൈറ്റിങ്സ് ഉണ്ടായതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ പിന്നീട് അമേരിക്ക ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ ക്ലാസിഫൈഡ് ഫയൽസ് ആണ്. ക്ലാസിഫൈഡ് ഫയൽസിൽ ചിലതൊക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോ ഇതിപ്പോഴും ഒരു തർക്ക വിഷയമാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ. പക്ഷെ ഇത് നമ്മൾ നോക്കുമ്പോൾ അതൊരു വലിയ മണ്ടത്തരമല്ലായിരുന്നു. കാരണം 50 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യന് ചന്ദ്രനിൽ എത്തപ്പെടാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നെങ്കിൽ, അത് മുന്നോട്ട് കൊണ്ടുവരുന്നെങ്കിൽ ഇന്ന് മനുഷ്യൻ ഏതെല്ലാം ഗ്രഹത്തിൽ എത്തിയേനെ. ചൊവ്വയിൽ നിസ്സാരമായിട്ട് നമുക്ക് എത്താമായിരുന്നല്ലോ അവിടെ ചെന്നിരുന്നെങ്കിൽ. അവിടെ അതായത് മനുഷ്യൻ 1, 2 തവണയല്ല, 12 തവണ ചന്ദ്രന്റെ അന്തരീക്ഷത്തിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 6 തവണ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആ സാങ്കേതിക പരീക്ഷണങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ കൂടുതൽ ദൂരം മനുഷ്യന് പോകാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇത് നിർത്തിവെച്ചത്? അവസാനത്തെ അപ്പോളോ മിഷനിലെ പ്ലാൻ ചെയ്തിരുന്ന 3 പിന്നെ യാത്രകൾ അമേരിക്ക പെട്ടെന്ന് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. അത് അബ്രപ്റ്റായിട്ട് എൻഡ് ചെയ്തു. ഇനി മറ്റൊരു ചോദ്യമുണ്ട്. ആ കാലത്ത് അമേരിക്കയും റഷ്യയും തമ്മിൽ വലിയ മത്സരമാണ്, കോൾഡ് വാറാണ്. അപ്പോൾ അമേരിക്ക ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത് എന്തുകൊണ്ടാണ് റഷ്യ അവിടെ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കാതിരുന്നത്? റഷ്യക്ക് പിന്നെ ഈ പറയുന്ന സാറ്റേൺ 5 റോക്കറ്റിനെ പോലെ തന്നെ ശക്തമായ റോക്കറ്റുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സോയൂസ് റോക്കറ്റിന്റെ കാര്യം. ആ സോയൂസ് റോക്കറ്റ് റഷ്യയുടെ കൈവശമുണ്ട്. എന്തുകൊണ്ടാണ് റഷ്യ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നോക്കാതിരുന്നത്? റഷ്യക്ക് അന്ന് തന്നെ സാധിക്കും. ഏതായാലും അമേരിക്ക സാധിച്ചെടുത്തതല്ലേ. അപ്പൊ എന്തുകൊണ്ട് റഷ്യ സാധിച്ചില്ല? എനിക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മനുഷ്യന് ഇതിന് യുക്തിസഹമായ ഒരു മറുപടിയില്ല. നമ്മൾ യുക്തി എന്ന് പറയുമ്പോൾ പല മനുഷ്യർക്കും ഉള്ള ഒരു കുഴപ്പം, ഇംഗ്ലീഷിൽ ഒരു സൈക്കോളജിയിൽ ഒരു വാക്കുണ്ട്, കൺഫർമേഷൻ ബയസ് എന്ന് പറയും. അതായത് തെളിവുണ്ടായാലും പലതും വിശ്വസിക്കില്ല. കൺഫർമേഷൻ ബയസിന്റെ ഒരു പ്രത്യേകത. ഞാൻ വെറും സിമ്പിളായിട്ട് പറയും. ഇപ്പം പലപ്പോഴും ഈ ചാനൽ ചർച്ചകളിൽ ഞാനൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പിണറായി സർക്കാരിനെതിരെ പിണറായി സർക്കാർ ചെയ്ത പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ചയിൽ പങ്കെടുത്താൽ CPM-കാര് പച്ചയ്ക്ക് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയാം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയും. നമ്മൾ എത്ര തെളിവ് കൊടുത്താലും അവർ അംഗീകരിക്കില്ല. അവർ പറയും പിണറായി സർക്കാർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയും. അല്ലെ സാറ് പറഞ്ഞതിന് ഏറ്റവും വലിയ അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് സമ്മതിക്കുമോ ചന്ദ്രനിൽ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ? ഇല്ല, സമ്മതിക്കില്ല. അതാണ് ഞാൻ പറയുന്നത്. കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അത് ഒരു പ്രതിഭാസമാണ്, മാനസിക പ്രതിഭാസമാണ്. അതിൽ ഞാൻ എത്ര തെളിവ് അങ്ങയുടെ മുന്നിൽ നിരത്തിയാലും ഞാൻ പറയുന്ന അങ്ങ് വിശ്വസിക്കില്ല. കാരണം ആ തെളിവൊക്കെ തന്നെ കള്ളമാണ് എന്ന് അങ്ങ് വിചാരിക്കും. അതുപോലെ തന്നെ പിന്നെ ബാക്ക് ഫയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു സൈക്കോളജിയിൽ ഒരു വാക്കുണ്ട്. ബാക്ക് ഫയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് ഇത്രയും നാൾ വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങൾ തെറ്റാണെന്ന് ഞാൻ തെളിവ് സഹിതം അങ്ങയുടെ മുമ്പിൽ പിന്നെ പ്രൂവ് ചെയ്താലും അങ്ങ് അത് വിശ്വസിക്കില്ല. മാത്രമല്ല അതിന് തിരിച്ചൊരു ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. അതായത് ഞാൻ എത്ര ശക്തമായ തെളിവ് അങ്ങയുടെ മുന്നിൽ ഹാജരാക്കുന്നു അത്ര രൂഢമൂലമായിട്ട് അങ്ങ് പഴയ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. ഞാൻ പറഞ്ഞതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നീ ആയോ? അതൊന്ന്. രണ്ടാമത്തേത്, അങ്ങ് പലപ്പോഴും ചിന്തിക്കുന്നത് അത് അങ്ങനെ അങ്ങ് വിശ്വസിച്ചാൽ, ഞാൻ പറയുന്നതിനെ വിശ്വസിച്ചാൽ അങ്ങ് എൻ്റെ മുന്നിൽ തോറ്റുപോകും. അങ്ങ് അത്
പിന്നെ ആ തോൽവി സമ്മതിക്കാൻ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഉം. അവസാനം ഗത്യന്തരമില്ലെങ്കിൽ അങ്ങ് ഇറങ്ങിപ്പോകും ചർച്ചയിൽ നിന്ന്. ഉം. അതല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഭീഷണിപ്പെടുത്തുകയോ മറ്റെന്തെങ്കിലും ചെയ്തിട്ട് ആ, എതിരാളിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കും. ഉം. അങ്ങനെയൊക്കെ സംഭവിക്കാം. അത് പോട്ടെ, ഞാൻ പറയുന്നത് ഇത്തരം ചിന്തകളായി കാരണം നമുക്ക് ഉം. പല ചോദ്യങ്ങളും ശാസ്ത്രത്തിന്റെ മേഖലയിൽ പോലും ചോദിക്കാൻ പറ്റില്ല. ഉം. ചോദിച്ചാൽ ഉം. നമുക്ക് ഒരുപാട് പിന്നെ ഇത്തരം ആരോപണങ്ങൾ നേരിടേണ്ടി വരും. പക്ഷെ ഉം. ഇതിനൊന്നും തന്നെ യുക്തിസഹമായ ഒരു വിശദീകരണമില്ല. എന്തുകൊണ്ടാണ് അമേരിക്ക വീണ്ടും ഇപ്പോൾ ഇത് പുനരാരംഭിച്ചത്? രണ്ട് ചോദ്യമുണ്ട് അവിടെ. കാരണം ഇത്രയും നാള് ചോദിക്കും. എന്തുകൊണ്ട് നിർത്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ എന്തുകൊണ്ട് തുടങ്ങുന്നു എന്നുള്ള ചോദ്യം ഉത്തരം പറയാനും പറ്റിയില്ല. അല്ല, അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ രണ്ട് കാരണങ്ങളും, നിർത്തിയതിന്റെയും പുനരുജ്ജീവിപ്പിച്ചതിന്റെയും കാരണങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കത് അറിയാൻ വയ്യ, അതൊരു ക്ലാസിഫൈഡ് സീക്രട്ട് ആണ്. പക്ഷേ എങ്കിലും നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അതായത് ഇപ്പോൾ പോകുന്നത് ആർട്ടിമിസ്, ആ ആർട്ടിമിസ് മിഷനില് 10 ദിവസത്തേക്കുള്ള മിഷനാണ്. അതിൽ നമ്മൾ ലോഞ്ച് അവിടെ പിന്നെ ഇറങ്ങുന്നില്ല. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഉള്ള റോക്കറ്റ്, അതുപോലെ ഒറാവൺ, അങ്ങനെ 2 ഘടകങ്ങളാണ് ഇതിനുള്ളത്. സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന് പറയുന്ന ഒരു റോക്കറ്റും, അതുപോലെ തന്നെ എഴുതുന്നത് ഓറിയോൺ എന്നാണ്, ORION ആണെങ്കിൽ ഒറാവൺ എന്നാണ് ഉച്ചരിക്കുന്നത്. ഒറാവൺ എന്ന് പറയുന്ന ഒരു സ്പേസ് ക്യാപ്സൂൾ. ഈ സ്പേസ് ക്യാപ്സൂള് ചന്ദ്രനെ വലം വെക്കും, ചന്ദ്രന്റെ അന്തരീക്ഷത്തിൽ ചന്ദ്രനെ കുറിച്ച് പഠിക്കും. എന്നിട്ട് അത് വീണ്ടും തിരിച്ച് ഭൂമിയിലെത്തും. അതായത് റീ എൻട്രി നടക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, പിന്നെ അത് സമുദ്രത്തിൽ വന്ന് വീഴുകയാണ് ചെയ്യുന്നത്, സ്പ്ലാഷ് ചെയ്യുകയാണ്. അത് പിന്നെ റിക്കവർ ചെയ്യും ആ ക്യാപ്സൂൾ. ഇതാണ് ഇപ്പോഴത്തെ 4 പേരാണ്, 4 ബഹിരാകാശ സഞ്ചാരികളാണ് ഈ മിഷനിലുള്ളത്. 3 അമേരിക്കക്കാരും 1 കാനഡക്കാരനുമാണ്. 3 പേര് നാസയുടെ പ്രതിനിധികളാണ്. ഒരാള് കനേഡിയൻ സ്പേസ് ഏജൻസിയുടെ പ്രതിനിധിയാണ്. അപ്പം അന്ന് പിന്നെ സാറ്റേൺ റോക്കറ്റ് ആണ് ഇതിന് ഉപയോഗിച്ചതെങ്കിൽ ഇന്നിപ്പോൾ ഉപയോഗിക്കുന്നത് സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റാണ്. ഇത് ഒരു 8.8 മില്യൺ പൗണ്ട് ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു റോക്കറ്റാണ്. സോളിഡ് ഫ്യൂവൽ ആണ്. പഴയ റോക്കറ്റ് ആണെങ്കിൽ ലിക്വിഡ് ഫ്യൂവൽ ആയിരുന്നു. ഈ ലിക്വിഡ് ഫ്യൂവലിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് നിറയ്ക്കാനും അത് കുറെ സമയമെടുക്കും. സോളിഡ് ഫ്യൂവൽ റോക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ അതെല്ലാം ഇന്ധനം നിറച്ചു വെക്കാം. കാരണം അത് എത്ര ലോഞ്ചുകൾ വേണമെങ്കിലും തുടരെ നടത്താൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിനകത്തിലെ ഒരു പ്രത്യേകത. RS-25 എന്ന് പറയുന്ന ഒരു അതിശക്തമായ റോക്കറ്റ് എഞ്ചിനാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 2022 ആർട്ടമസ് 1 എന്ന് പറയുന്ന ഒരു മിഷൻ ഉണ്ടായിരുന്നു. അന്ന് മനുഷ്യൻ കയറാതായിരുന്നു, അതായത് പിന്നെ ഇല്ലാതെ ആയിരുന്നു മിഷൻ നടന്നത്. അന്ന് ആ മിഷനിൽ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായി. കാരണം ഈ ക്യാപ്സൂൾ, ഒറാവൺ ക്യാപ്സൂൾ തിരിച്ചു ഭൂമിയിലേക്ക് എത്തി. അത് ചന്ദ്രന്റെ ഭൗമ അന്തരീക്ഷത്തിലൊക്കെ കയറി, പക്ഷെ ഭൗമ അല്ല, ചന്ദ്ര അന്തരീക്ഷത്തിൽ കയറി അവിടെ വലം വെച്ചു. പിന്നീട് തിരിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കയറിയപ്പോൾ അതിന്റെ പുറത്തെ പാളികൾ അടർന്നു പോയിരുന്നു, ചൂടിനെ പ്രതിരോധിക്കാനുള്ള പാളികൾ. അപ്പൊ ആ പരീക്ഷണം എല്ലാം വിജയകരമായിട്ട് അത്തരം പാളികൾ, പിന്നെ ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പാളികൾ നിർമ്മിച്ചിട്ടാണ് ഈ ആർട്ടമസ് 2 എന്ന് പറയുന്ന പരീക്ഷണം ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ശരി, രാവിലെ വിജയകരമായിട്ട് അത് വിക്ഷേപിച്ച വാർത്തകളൊക്കെ ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ രാവിലെ തന്നെ നമ്മൾ കണ്ടിരുന്നു. അപ്പം 10 ദിവസം കഴിയുമ്പോഴേക്കും അവർ തിരികെ ഭൂമിയിലെത്തും. വിജയകരമായിട്ട് പരീക്ഷണം കഴിഞ്ഞിട്ട് ഒരുപാട് വിവരങ്ങളുമായിട്ട് അവർ ഭൂമിയിലേക്ക് തിരികെ എത്തുമാണ്. പഴയ പിന്നെ മിഷനുകളെ അപേക്ഷിച്ച് റോക്കറ്റുകളൊക്കെ കുറച്ചുകൂടെ ആധുനികമാണ്. അവരവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട് അത്യന്താധുനികമായ കമ്പ്യൂട്ടറുകൾ ഇന്ന് നമ്മുടെ കൈവശമുണ്ട്. അതൊക്കെ വെച്ചിട്ട് കൂടുതൽ വിജയകരമായ ഒരു മിഷനായിട്ട് ഇത് അവസാനിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. യാദൃശ്ചികമായ തിരിച്ചടികൾ ഉണ്ടാവാതിരിക്കട്ടെ. മനുഷ്യരാശിയുടെ പിന്നെ ഗ്രഹാന്തര അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇന്റർപ്ലാനറ്ററി, ഇന്റർസ്റ്റെല്ലാർ മിഷനുകളിലേക്ക് തന്നെ ഒടുവിൽ നക്ഷത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്തുന്ന ഒരു മിഷനിലേക്ക് ഇത് നയിക്കട്ടെ. ഇതിന്റെ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായ റോക്കറ്റുകളും കൂടുതൽ പിന്നെ സ്പേസ് ലോഞ്ച് വെഹിക്കിളുകളും കൂടുതൽ ആധുനികമായ വെഹിക്കിളുകളും ഒക്കെ ഉണ്ടാക്കി മനുഷ്യൻ കൂടുതൽ പ്രപഞ്ചത്തിന്റെ അതിരുകളിലേക്ക് പ്രപഞ്ചത്തിനെ കീഴടക്കട്ടെ എന്ന് ആശംസിക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.